പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തിരുപ്പതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായ പത്മാവതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി നഗരത്തിനടുത്തുള്ള തിരുച്ചാനൂർ പട്ടണത്തിലാണ് ശ്രീ പത്മാവതി അമ്മാവരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അധിപനായ വെങ്കടേശ്വര ഭഗവാന്റെ ഭാര്യയെന്ന് വിശ്വസിക്കപ്പെടുന്ന പത്മാവതി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പത്മാവതി ക്ഷേത്രം. എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ശ്രീ പത്മാവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. ഈ ക്ഷേത്രം ആദ്യം പണികഴിപ്പിച്ചത് 14-ാം നൂറ്റാണ്ടിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്താണ്. ക്ഷേത്രം പിന്നീട് പുതുക്കി പണിയുകയും വികസിപ്പിക്കുകയും ചെയ്തു. പല്ലവ, ചോള, വിജയനഗര ശൈലികളുടെ സമന്വയമാണ് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത്. ഐതിഹ്യമനുസരിച്ച് 7 കുന്നുകളുടെ രാജാവായ ആകാശ രാജാവിൻ്റെ മകളായാണ് പത്മാവതി ദേവി ജനിച്ചത്. അടുത്തുള്ള പട്ടണമായ പത്മാവതി ക്ഷേത്രത്തിലെ ഒരു കുളത്തിൽ താമരയിൽ നിന്ന് ദേവി ഉയർന്നു വന്നതായി പറയപ്പെടുന്നു. വെങ്കടേശ്വരൻ വേട്ടയാടുന്നതിനിടയിൽ അവളെ കണ്ടെത്തി അവർ പ്രണയത്തിലായി. ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു വലിയ ചടങ്ങിലാണ് അവർ വിവാഹിതരായതും. എല്ലാ വർഷവും നവരാത്രി കാലത്ത് ഇവരുടെ വിവാഹം ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടാറുണ്ടത്രേ. പത്മാവതി ക്ഷേത്രം തിരുപ്പതി ഹിന്ദുക്കളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. പത്മാവതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഭക്തർക്ക് അനുഗ്രഹവും ഐശ്വര്യവും സന്തോഷവും നൽകുന്നുവെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ദ്രാവിഡ വിജയനഗര ശൈലികളുടെ സമന്വയമാണ് ശ്രീ പത്മാവതി ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ. ക്ഷേത്രത്തിൻ്റെ ഗോപുരം 40 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദേവീദേവന്മാരുടെ സങ്കീർണമായ കൊത്തുപണികളാൽ ഇത് അലങ്കരിച്ചിട്ടുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചുമരുകൾ വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവൻ, ഹനുമാൻ, ലക്ഷ്മി ദേവി എന്നിവരുൾപ്പെടെ വിവിധ ദേവന്മാർക്കും ദേവതകൾക്കും സമർപ്പിച്ചിരിക്കുന്ന നിരവധി ചെറിയ ആരാധനാലയങ്ങൾ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പത്മാവതി ദേവിയുടെ പ്രധാന ക്ഷേത്രം സ്വർണവും വിലയേറിയ കല്ലുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.